നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതിൻ്റെ, അതായത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നും അവരുടെ മാനസികാവസ്ഥ, അവരുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് പേഴ്സണിന് വേണ്ടിയിട്ടാണോ കാണുന്ന ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം, നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ കൂടുതലും നല്ലത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അതായത് ഈ ബന്ധത്തിൽ നിൽക്കണോ, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ, ഈ ഒരു റിലേഷൻ എന്ത് തരത്തിലുള്ള ബന്ധമാണ്, ഇത് പോസിറ്റീവ് ആണോ, ഇതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠം എന്താണ്, നാളെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പാസ്റ്റിൽ ഞങ്ങൾ ഈ ബന്ധത്തിൽ സംഭവിച്ചത് എന്താണ്, കറൻറ്റിൽ ഏത് അവസ്ഥയിലൂടെയാണ് ശരിക്കും റിലേഷൻ പോകുന്നത്, ആ വ്യക്തിയുടെ ചിന്തകൾ, അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ, എന്താണ് ഇതിനകത്തുള്ള ആ ഒരു കാർമിക് സാഹചര്യം, കാർമിക് സർക്കിൾ എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്താൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് കൂട്ടാതെ ശക്തമായും വ്യക്തമായും ഒരു കാരണം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ് കേട്ടോ. കർമ്മ എനർജിയിലേക്ക് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. കാർമിക് സിറ്റുവേഷൻസ് ആണ്. അവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും അവരൊരു അകലം പാലിക്കാനുള്ള കാരണം അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കേട്ടോ. ഒരു പക്ഷേ എന്തെങ്കിലും പാഷൻ എനർജിയിലൂടെ, എന്തെങ്കിലും കരിയർ മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ ഭൗതികമാകുന്ന ലൈഫ് സിറ്റുവേഷൻസിലോ എന്തെങ്കിലും സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരിക്കാം. ഫ്യൂച്ചർ പ്ലാനിങ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ആ ഒരു ഫ്യൂച്ചറിനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു എന്താ പറയുക, മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ പൂർണ്ണമായിട്ട് ഫോക്കസ്ഡ് ആകുന്നു. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം, കരിയർ മേഖലയിലുള്ള ഒരു സക്സസ് ആവാം, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റി വെച്ചിരുന്ന ഏതെങ്കിലും സ്വപ്നങ്ങളെ ബേസ് ചെയ്ത്, ചിലപ്പോൾ ഈ കലാരംഗങ്ങളിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിന് അനുസരിച്ച് ഒരു നെയിം ആൻഡ് ഫെയിം എനർജീനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി പരമാകുന്ന കുടുംബ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുടുംബപരമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഇവരുടെ ഉത്തരവാദിത്തത്തിലേക്ക്, ഇവരുടെ ചുമരിലേക്ക് കുടുംബഭാരം ഏൽക്കേണ്ടി വരിക, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുക, അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് അതായത് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന, അതായത് കുറച്ചൊരു ആശ്വാസം വേണമെന്നെല്ലാം കൂടി ഈ ഒരു പേഴ്സൺ ഒരു ബർഡൻ പോലെ ഫീൽ ചെയ്തതിൻ്റെ ഫലമായിട്ടും സെപ്പറേഷൻ എനർജിയിലേക്ക് ഒരു അകലം പാലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ. മറ്റൊരിടത്ത് ഇവർ വളരെ ശക്തമായിട്ടും ഇമോഷണലി കണക്റ്റഡായി പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്നവരുമുണ്ട്. പുതിയ സ്നേഹം, പ്രണയബന്ധത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഇമോഷൻസ് അവരിൽ തന്നെ അവർ ഒതുക്കി വെക്കുന്നതായിട്ട്, തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത വിധം, അതല്ലെങ്കിൽ ഇമോഷൻസ് സ്നേഹം വേണ്ട, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എനർജിയിലേക്ക് മാറി നിൽക്കുന്ന വ്യക്തികളുമുണ്ട്. ചിലരെ സംബന്ധിച്ച് മറ്റൊരിടത്തേക്ക് ആകർഷിക്കപ്പെട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് സിംഗിൾ എനർജിയിലുള്ളവർക്കാണെങ്കിൽ ഒരു മാര്യേജ് പോലുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈം എനർജിയിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് അപ്പോൾ ഉത്തമമായ മറ്റൊന്നാണെന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങളിൽ നിന്നും സെപ്പറേഷൻ, അകലം പാലിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഉള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ
കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധത്തെ ചിലർ ടോക്സിക് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് അവരുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ഒന്ന് മാത്രം, ഒരു ഓപ്ഷൻസ് മാത്രമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളും നിങ്ങളുടെ പേഴ്സണിൻ്റെ ചില വ്യക്തികളുടെ എനർജിയിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഫാമിലി പരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളെയും അവരെയും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചില കാരണങ്ങൾ. ഒരു സെപ്പറേഷനിലേക്ക് വരാനുണ്ടായ ചില സാഹചര്യങ്ങൾ, കാരണങ്ങൾ. അത് പേരൻസിൻ്റെയൊക്കെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരിടത്തേക്ക് ആകർഷിക്കപ്പെടാൻ പാകത്തിനുള്ള ചില സിറ്റുവേഷൻസുകളൊക്കെ ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് നേരിടുന്ന ഒരു സാഹചര്യം, അവർക്ക് അനുഭവാവസ്ഥയിലേക്ക് മാറാനുണ്ടായ സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നു, ഒരു സറണ്ടർ ഫീലിംഗ്, ഒരു പരാജയ ഭീതി അവർ കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല ചിലരെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ. നിങ്ങളിൽ ചില ആളുകളെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളിലെ ചില വ്യക്തികൾ സ്പിരിച്വാലിറ്റിക്ക് മുഖ്യം കൊടുത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമാകുന്ന ചില അറിവുകളെ തേടി പോകുന്ന ഒരു സാഹചര്യം. അതായത് മറ്റുള്ള കാര്യങ്ങളോടൊക്കെ ഒരു മടുപ്പ്, സ്നേഹം, പ്രണയം, പ്രസൻസ്, മറ്റുള്ളവരുടെയും കൂടി എനർജിയെ സ്വീകരിക്കുക എന്നതിനോടൊരു മടുപ്പ് തോന്നി നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസും നമുക്ക് കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാനിങ് ആണ് ഇവരിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന. ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ ചിലരെ സംബന്ധിച്ച് നെയിം ആൻഡ് ഫെയിം എനർജിക്ക് മുഖ്യമായി പ്രാധാന്യം കൊടുക്കുന്നവർ, സാമ്പത്തികപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നവർ, അതുപോലെ പുതിയൊരു ബന്ധത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ, മാര്യേജ് പോലുള്ള ചില സിറ്റുവേഷൻസുകൾക്ക് തീരുമാനമെടുക്കണമെന്ന് ആലോചിച്ച് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെയൊക്കെ എനർജികളും വളരെ ഒന്നിലധികം പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് തന്നെ സിറ്റുവേഷൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു ബൗണ്ടറി പ്രസൻസ് ഇട്ടിരിക്കുന്നത് അവർ ശരിക്കും ആലോചിച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അല്ലാണ്ട് അവർ മറ്റാരും അവരെ നിർബന്ധിച്ചിട്ടോ മറ്റാരുടെയെങ്കിലുമൊക്കെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടോ അല്ല ഇവർ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന. അവർ തന്നെ ആലോചിച്ച് നിങ്ങളിൽ നിന്നൊരു സെപ്പറേഷൻ വേണം, അതാണിപ്പോൾ കറൻറ്റ്ലി നല്ലത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ നല്ല ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും. അതായത് നിങ്ങളിൽ നിന്നും വരുന്ന ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിലുള്ള നെഗറ്റീവായ സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രോബ്ലംസുകളൊക്കെ ഒന്ന് ഹീലാക്കാനും ഉപകാരപ്രദമാകുമെന്നുള്ളതും നമുക്കിവിടെ വ്യക്തമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എനർജിയിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ശക്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് സിംഗിൾ എനർജിയുടെ പ്രസൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു വിവാഹ ലൈഫിനെ കുറിച്ച്, അതായത് ഒരു ഫാമിലി ലൈഫ്, സന്തോഷം, സമാധാനം നിറഞ്ഞ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത്. അപ്പം ചിലതൊക്കെ അവസാനിപ്പിച്ച് ചിലതെല്ലാം ആരംഭിക്കുക, ചില പുതിയ തുടക്കങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അത് നിങ്ങളോട് തുറന്നു പറയുന്നില്ലായിരിക്കാം. നിങ്ങളിൽ നിന്നും അവരത് ഹൈഡ് ചെയ്തു വെച്ചുകൊണ്ട് അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആകുന്ന, ജീവിതത്തിലൊരു മാറ്റം, ചേഞ്ചിങ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങളിലേക്ക്, അതായത് ജീവിതത്തിന് ശക്തമാകുന്ന ഒരു മാറ്റം, സ്റ്റെബിലിറ്റി വേണമെന്നുള്ളത് അവർ ഉറച്ച തീരുമാനം പോലെ എടുത്തിരിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നതായിട്ടുമുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ പ്രതിജ്ഞാബദ്ധത, അവരുടേതാകുന്ന ചില ഉത്തരവാദിത്തങ്ങൾ മറ്റു ചില ഇടങ്ങളിൽ അവർക്ക് ഇപ്പം കറൻറ്റ്ലി നൽകേണ്ടി വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ചിന്തയും ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, മത്സര ബുദ്ധിയോടുകൂടി അവർ നിൽക്കുന്നു. ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് ചില വ്യക്തികളുടെ എനർജി മത്സര ബുദ്ധിയോടുകൂടി, വാശിയോടുകൂടി നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുക എന്നത്, അതല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച് അവർ ആഗ്രഹിച്ച തലത്തിലേക്ക് ഉയരണം എന്നുള്ള
ആ ഒരു ദൃഢപ്രതിജ്ഞയുടെ എനർജി കൂടി ചില ഇടങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഒരു അകലം പാലിക്കാൻ അല്ലെങ്കിൽ ബന്ധങ്ങളെ ആവശ്യമില്ലാത്ത ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിനെ മാറ്റി നിർത്താൻ കാരണമാകുന്നുണ്ട്. അവരുടേതായ ഈ ഒരു ജന്മത്തിന്, അവരുടെ ഒരു ലൈഫ് പർപ്പസിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു. എന്താണ് ജീവിതത്തിൽ വേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ജീവിതത്തിൽ ഈ ജന്മം നേടിയെടുക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു സ്പിരിച്വൽ ചേഞ്ചിങ്, ഒരു സ്പിരിച്വൽ വിസ്ഡം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു സ്പിരിച്വൽ പരമാകുന്ന ചില ചേഞ്ചിങ്ങുകൾ ഇവർക്ക് ഇവരുടെ സോൾ എനർജിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇമോഷൻസിനല്ല അവർ വാല്യൂ കൊടുക്കുന്നത്, അവരുടെ മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന അവരുടെ കഴിവിന്, അവരുടെ ജന്മോദ്ദേശത്തിന്, അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഇവർ ഫോക്കസ്ഡ് ആകുന്നു. അതായത് നിങ്ങൾക്ക് അവരുടെ മനസ്സിലോ അവരുടെ സാഹചര്യത്തിലോ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് വാല്യൂ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അതിനകത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവരുടെ ഒരു ചേഞ്ചിങ്ങിൻ്റെ സമയമാണ്, മാറ്റത്തിൻ്റെ സമയമാണ്. അവരുടെ ചിന്തകൾ അവരെ മറ്റൊരിടത്തേക്ക് നയിക്കുന്നതാണ്. അപ്പം അവരെ സംബന്ധിച്ച് കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചില ചിന്തകളിലേക്കോ ഒരു പക്ഷേ അത് അവരുടെ ജീവിത വിജയത്തിലേക്കുള്ളൊരു യാത്രയിലേക്കോ ആയിത്തീരാൻ സാധ്യതയുണ്ട് കേട്ടോ. സക്സസ് ആണ് അവരുടെ ലക്ഷ്യം. ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ് ആണ്. അതായത് മറ്റെല്ലാവരേക്കാളും ഒരു പടി ഉയരത്തിലെത്തുക എന്നതും പ്രൊട്ടക്റ്റഡ് ആവുക എന്നതുമാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഇവർ കാണുന്നത് കേട്ടോ. അതായത് ഇവരോട് മത്സരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് വിജയം കരസ്ഥമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജി അവരെ ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് അവരുടെ കഴിവിനനുസരിച്ച് വിജയത്തിലേക്ക് എത്തണം, അവിടെ എത്തിച്ചേരുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇവർ മാറുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട കാർഡ് പോലെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. അവർക്ക് അതിനെ വിട്ട് കളഞ്ഞിട്ട് അവർക്ക് ബന്ധങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുക എന്നത് അസാധ്യമാണ്. കാരണം അവർക്ക് ചുറ്റും അവരോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന കുറേ ആളുകളുടെ എനർജി ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു. ആ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് സക്സസ്സിൽ എത്തിച്ചേർന്നേ പറ്റൂ. അവരിനി എത്ര പിന്മാറിയാലും അവർ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫൈറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ സക്സസ്സിൽ എത്തിയേ പറ്റൂ എന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കർമ്മപരമാണ്, അതായത് ലൈഫ് പർപ്പസ് ആണ്. അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് അവർക്ക് ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരുടെ സമയം മാറിയിരിക്കുന്നു. അവരെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കേൾക്കേണ്ടി വരിക, മറ്റുള്ളവരുടെ മുമ്പിൽ അവർ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ പേരൻസിൻ്റേതാവാം, അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ചില വ്യക്തികളുടേതാവാം. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ ഒന്ന് സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇവരുടെ ഫ്യൂച്ചറിലേക്ക് ഇവരൊന്നും തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്ന ചില കുറ്റപ്പെടുത്തലുകളുമൊക്കെ ഇവർ ഏറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്കൊരു ക്ലാരിറ്റി വേണം, അവർക്കൊരു ജഡ്ജ്മെൻറ്റിങ് വേണം. ജീവിതത്തിന് ഒരു മാറ്റം വന്നേ പറ്റൂ എന്നുള്ള എനർജിയിലും നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ ഒരു പടി ഉയരത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള അവരുടെ തോട്ട്സ് തന്നെയാണ് നിങ്ങൾക്കിടയിലാണെങ്കിലും അവർക്ക് വേണ്ടാത്ത ചില മറ്റ് സാഹചര്യങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ അവർ സെപ്പറേഷൻ, അതായത് ഒരു മാറ്റം, ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. അവരെ ആരും വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ പോലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ വിശ്വസിക്കുക അല്ലെങ്കിൽ അവരോട് നല്ല ഒരു പോസിറ്റീവായ എനർജിയോട് കൂടി ബിഹേവ് ചെയ്യുന്നില്ല എന്നൊരു തോട്ട്സ് അവരെ പിടികൂടിയിട്ടുണ്ട്. അതായത് അവർക്ക് അവരോട് തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥയും അവരുടെ ചുറ്റുമുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചില ചിന്തകളൂടി ഇവരെ പൂർണ്ണമായിട്ടും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഫേസ് ടു ഫേസ് നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. എവിടേക്കോ അവർക്ക് തന്നെ ഒരു ഈഗോ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ കുറവുകൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അപ്പം ഞാൻ ഓക്കെ അല്ല, അപ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്നവരെ എന്നിൽ നിന്നും മാറിപ്പോട്ടെ എന്നുള്ളൊരു ചിന്ത പോലും അവരെ വളരെ
ശക്തമായിട്ട് പിടികൂടുന്നുണ്ട്. അതായത് അവർക്ക് സക്സസ് നേടണമെന്ന് ആഗ്രഹിച്ചു, അവർക്ക് ഏറ്റവും ഉയരത്തിൽ എത്തണം, എല്ലാവരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർക്കത് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയെ വെച്ച് നോക്കുമ്പം അവരെല്ലാത്തിൽ നിന്നും പിന്മാറാൻ, എല്ലാവരിൽ നിന്നും മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു, ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ്. ആരുടെ മുന്നിലേക്ക് സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കാനോ ആരുടെ നേരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യാനോ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പം ഒരു ജസ്റ്റിസ് പോലെ അവരുടെ ലൈഫ് പാർട്ട്ണറുടെ എനർജി പ്രസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയിലൊക്കെ ഉള്ളവരിൽ ചില ആളുകളുടെ സിറ്റുവേഷൻസിൽ ഒരു ജസ്റ്റിസ് എനർജിയിൽ നിൽക്കുകയാണ്. നീതി നടപ്പിലാക്കേണ്ടി വരുന്നു. അതായത് ഫാമിലി, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് പാർട്ട്ണറിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യണമെന്നുള്ളൊരു തിരിച്ചറിവ്, കുറ്റബോധം ഈ വ്യക്തിയെ പിടികൂടുകയും ആ പേഴ്സൺ തൻ്റെ പാർട്ട്ണറുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഒരു കാത്തിരിപ്പിന് പൂർണ്ണത കൊടുക്കുന്നതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട് കേട്ടോ. അതായത് ഫാമിലി ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് തകർച്ചയുടെ സമയമാണ്. ബന്ധത്തിന് വിള്ളൽ വരേണ്ട ഒരു ടൈമിംഗ് ആണ്. അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ട് ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു സമയമാണ്. ഒരു 50% അസംതൃപ്തിയോടുകൂടി ലൈഫിൽ ഇമോഷണൽ പരമായിട്ടുള്ള ചില അസംതൃപ്തിയോടുകൂടി കടന്നു പോകുക എന്നത് നിങ്ങളുടെ കറൻറ്റ് സമയത്തിൻ്റെ ചില പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അതായത് ബന്ധത്തിൽ ശക്തമാകുന്നൊരു വിള്ളൽ വീഴ്ച വരാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. അപ്പം അത് കാലചക്രം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ, അതായത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻ വളരെ സ്റ്റെബിലിറ്റിയിലേക്ക് വരും എന്നത് കാണുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നുമല്ല, ചിലർക്ക് മറ്റൊരു ലൈഫിലേക്ക് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർ അവരുടേതാകുന്ന പാഷൻ സ്വപ്നങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിടയിൽ ഒരു അകലം പാലിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ അവർക്കിപ്പോൾ കറൻറ്റിലി വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അവരുടെ ചിന്തകളിലാണെങ്കിലും അവരുടെ കറൻറ്റ് സാഹചര്യങ്ങളിലാണെങ്കിലുമൊക്കെ അവർക്കിപ്പം വന്നിരിക്കുന്ന മാറ്റം തിരിച്ചറിവാണ് അവരെല്ലാത്തിൽ നിന്നും ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇമോഷണലി വൈകാരികമാകുന്ന ആ ഒരു അടുപ്പ് അല്ലെങ്കിൽ വൈകാരികമാകുന്ന താല്പര്യം അവർക്ക് കുറയുകയും അവർ വളരെയധികം ഇൻ്റലക്ച്വൽ എനർജിയിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുകയും അങ്ങനെ അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് അവർ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് ഇവിടെ തേർഡ് പാർട്ടി പ്രണയം, പുതിയൊരു പ്രണയം കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പുതിയ ബന്ധം കണക്ട് ചെയ്ത് വന്നിരിക്കുന്നവരുടെ എനർജിയും ചില വ്യക്തികളുടെ സിറ്റുവേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവരുടെ മാനസികമായ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കിയാൽ കൺഫ്യൂഷനാണ്. ഒരു കാര്യത്തിലും അവർക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നു അവർക്കൊരു ഹാപ്പി ഫാമിലി, വളരെ ശക്തമാകുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ്, വളരെയധികം ഇമോഷണൽ അബണ്ടൻസോടുകൂടി സമ്പൽ സമൃദ്ധിയോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. അത് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കിടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ചില കാര്യങ്ങളിൽ അവർ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേസമയം ചിലരുടെ എനർജിയിൽ വളരെ നിരാശയാണ്. ബന്ധങ്ങളിലൊന്നും സംതൃപ്തിയില്ല, ഒരു റിലേഷനിൽ ഒരിടത്തും അവർക്ക് ആത്മസംതൃപ്തി കിട്ടാതെ ഒരു മടുപ്പും വിരക്തിയും, അതായത് അവരോട് തന്നെ അവർക്കൊരു വല്ലാത്ത ഒരു പുച്ഛമാരോ മടുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതേസമയം ചിലരുടെ എനർജികളിൽ അവരുടെ തെറ്റുകൾ ഓർത്ത് അവർ പശ്ചാത്തപിക്കുകയാണ് കേട്ടോ. അവരുടെ ലൈഫിൽ അവർക്ക് സംഭവിച്ചു പോയ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ അവരെടുത്ത ചില തീരുമാനങ്ങളിലെ തെറ്റുകൾ, ചില ബന്ധങ്ങളെ റിജക്റ്റ് ചെയ്തത്, അതായത് അർഹതയുള്ള താനുമായിട്ട് കണക്ട് ചെയ്ത് പോകുവാൻ
യോഗ്യത ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെ റിജക്റ്റ് ചെയ്തത് ഓർത്ത് വെക്കാൻ വളരെ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്ന, അതായത് നഷ്ടബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ചിലരുടെ എനർജിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില എനർജികളിൽ കാണാൻ പറ്റുന്നത് ഒരു ഇംബാലൻസിങ് എനർജി, അതായത് നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾ അവർക്ക് വേണ്ടി കറൻ്റിലി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചിന്ത അവർക്കൊരു ഇംബാലൻസിങ് എനർജി വരുത്തുന്നു. കാരണം അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എല്ലാ ഭാരവും ഇറക്കി വെച്ചിട്ടൊന്ന് ഫ്രീ ആവുക എന്നതാണ്. അപ്പോൾ അവരൊരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് എലോൺ എനർജിയിൽ ഒന്ന് മുന്നോട്ടേക്ക് പോകുക, കരിയർ പാതയെ അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന പോലെ നിങ്ങളുടെ ആ ഒരു ഫോക്കസിങ്, കാത്തിരിപ്പ് അവരെ വല്ലാതെ സ്ട്രെസ് എനർജിയിലൂടെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർക്കതൊരു ഭാരം പോലെയായിട്ടാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാൽ ഈ ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് കേട്ടോ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമില്ല. പക്ഷെ അവർക്ക് ജീവിത വിജയം അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു, അതായത് അവർക്ക് സക്സസ് ആവണമെന്നുള്ള ഒരു ഫോക്കസിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് അകലം പാലിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.